സാറിരിക്കൂ. ആ, സാറിന്റെ സ്ഥലം ഏതാണ്? ചെർപ്പുളശ്ശേരിയിലാണ് താമസം. അപ്പുവിന്റെ മരണ വാർത്ത ഞാൻ അറിഞ്ഞു. അങ്ങനെയൊക്കെ സംഭവിച്ചു. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. എന്ത് ചടങ്ങ്? നിങ്ങൾ ഗ്രാമത്തിൽ താമസിക്കുന്നവരുടെ ചില ഗ്രാമീണ ആചാരങ്ങൾ. കഴിവും അറിവുള്ളവരല്ലേ നിങ്ങളൊക്കെ? കായിക അധ്യാപകനെ നിങ്ങളൊരു ആൾരൂപമാക്കി. ഒരിക്കലും അപ്പു വെള്ളത്തിൽപ്പെട്ട് മുങ്ങിപ്പോവാൻ സാധ്യതയില്ല. നീന്തലിൽ പരിശീലനം കൊടുക്കുന്ന അധ്യാപകനാണ് ഞാൻ. എൻ്റെ ക്യാമ്പുകളിൽ പലതവണ അപ്പു വന്നിട്ടുണ്ട്. നല്ല കുത്തൊഴുക്കുള്ള നദിയിൽ പോലും മണിക്കൂറുകളോളം ഞങ്ങൾ നീന്തി കളിക്കാറുണ്ട്. കയ്യും കാലും തളർന്നിട്ടില്ല. ഫ്ലഡ് സമയത്തെ വെള്ളം കുത്തി ഒഴുകുക, ആൾക്കാർ വെള്ളത്തിൽ ഒഴുകി വന്ന് ജീവന് വേണ്ടി അലമുറയിടുക. ജീവൻ പണയം വച്ചിട്ടാ വെള്ളത്തിൽ ചാടി അപ്പു അവരെ രക്ഷപ്പെടുത്തിയത്. അത്രയും കരുത്തുള്ള ഒരു കായിക അധ്യാപകനാണ് അപ്പു മാഷ്. അദ്ദേഹം വെള്ളത്തിൽ വീണ് മരിച്ചു എന്ന് വിശ്വസിക്കാൻ എനിക്കാവില്ല. പിന്നെ അദ്ദേഹത്തിന് ഇവിടെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ചായ കുടിക്കും സാർ. കല്യാണി, താനിവിടെ ഇരിക്കെ. ഈ മോമോ സാറ് പറയുന്നത് കേട്ടപ്പോ എന്റെ കയ്യും കാലും വിറയ്ക്കാണ്ടോ? എന്താ കുഞ്ചേട്ടാ പ്രശ്നം? ഈ സാറ് പറഞ്ഞ കേട്ടപ്പോ കുഞ്ചേശന്റെ കയ്യും കാലും മാത്രമല്ല വിറക്കുന്നത്. നമ്മുടെ അപ്പമാഷ് വെള്ളത്തിൽ വീണ് മരിച്ചതല്ല എന്നാണ് മുഹമ്മദ് സാറ് പറയുന്നത്. എന്താ എന്താ മാത്യൂസ് പറഞ്ഞത്? അതെങ്ങനെയാണെന്ന് അറിയാൻ നിങ്ങൾ ശ്രമിച്ചില്ല. അപ്പുവിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ എന്റെ പാതി ജീവൻ അങ്ങ് പോയി. ഞാൻ ഹോസ്പിറ്റലിലായി. എന്റെ മൂത്ത മകൻ അപ്പുവിന്റെ ചിത കത്തിയതിനു ശേഷമാണ് ഞാൻ ഈ വീട്ടിൽ വന്നത്. കുറെ വിറക് കഷ്ണങ്ങൾ കത്തിക്കുന്നതിനിടയിൽ ഒരു ചന്ദനമുട്ടി കത്തിച്ചാൽ അത് അപ്പുവിന്റെ ചിതയാവോ? എന്റെ ഭഗവതി, എന്തൊക്കെയാ ഈ കേക്കണത്? എന്താ സംഭവിച്ചെന്ന് സാറിന് അറിയാമെങ്കിലും ഒന്ന് പറയൂ. എന്റെ മകൻ അപ്പു മരിച്ചിട്ടില്ലേ? അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അപ്പുവിന് ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന്. ഞങ്ങളുടെ അസോസിയേറ്റിന്റെ വക ഒരു ഫാമിലി ടൂർ പോയി. അന്ന് കുഞ്ചേശന്റെ മൂന്നാമത്തെ മരുമകൾ ലക്ഷ്മിയെ ഒരുത്തൻ കയറി പിടിച്ചു. അന്ന് ഞങ്ങൾ അവനെ ശരിക്കും പെരുമാറി. അവൻ പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഞങ്ങൾ പിന്നെ കണ്ടോളാണ്.
സംസാരത്തിൽ അവൻ ചില്ലറക്കാരനല്ല. ഒരു പപ്പടത്തിനും തീപ്പെട്ടിക്കൊള്ളിക്ക് പോലും കൊല ചെയ്യുന്ന കാലല്ലേ. കുറച്ച് വർഷങ്ങളായിട്ട് അവൻ ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് കുറച്ചു കാലമേ ആയുള്ളൂ. കടുംപിടുത്തക്കാരനാണെങ്കിലും തരണം ചെയ്യാൻ കഴിവുള്ളവനാണ്. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. കഴിഞ്ഞ വർഷം നടന്ന നാഷണൽ ഗെയിമിൽ നമ്മുടെ ടീം 3-ാം വർഷം ജയിച്ചാൽ അതൊരു ചരിത്രമാണ്. മത്സരിച്ചാൽ ജയിക്കാൻ കഴിവുള്ള കുട്ടികളെ അപ്പു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ായിട്ട് അവർ വന്നിരുന്നു. പക്ഷേ തൊഴിലിൽ മായം ചേർക്കാൻ അപ്പു സമ്മതിച്ചില്ല. കഴിവുള്ളവർക്ക് അപ്പു അവസരം കൊടുത്തുള്ളൂ. അന്ന് അവസരത്തിന് വേണ്ടി അപ്പുമാശ കാണാൻ വന്നവരെ ഏത് തരത്തിലുള്ളവരാണ്? ഒരു MLA-യുടെ അനിയന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു അവർ ശുപാർശയായി വന്നത്. അന്നത്തെ ക്യാമ്പിൽ സെലക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഹോക്കി ബോൾ കൊണ്ട് ഒരു കുട്ടിയുടെ ചെവിക്ക് അടിച്ചു. കേൾവി പോലും നഷ്ടപ്പെട്ടു. ആ കുട്ടിയുടെ കായിക കഴിവിനെ തളർത്തി കളഞ്ഞു. ഞാൻ വിചാരിച്ചത് ഈ ജോലി വളരെ സിമ്പിളായിട്ടുള്ളതാണെന്നാണ്. ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ടല്ലേ ഈ തൊഴിലിന്? ഈ തൊഴിൽ മാത്രമല്ല, എല്ലാ തൊഴിലിലും പ്രശ്നങ്ങളുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ വളർച്ച, കലാരംഗത്തിൻ്റെ വളർച്ച, ബിസിനസ്സിൻ്റെ വളർച്ച, അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ മേഖലയിലുള്ള ജീവിത വളർച്ചയിലും ശക്തമായ ശത്രുക്കളുണ്ട്. എൻ്റെ മനസ്സ് പറയും, ഒന്നെങ്കിൽ അപ്പു എന്ന കായിക അധ്യാപകൻ തടങ്കലിൽപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബോഡി പോലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കും. അയ്യോ, ഞങ്ങൾ എന്തു ചെയ്യണം? എന്തായാലും സത്യം വെളിപ്പെടണം. ആർക്കാണ് പരാതി കൊടുക്കേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ മീറ്റിൽ അപ്പുമാഷ് സെലക്ട് ചെയ്ത 16 സ്റ്റുഡൻസ്, അതിൽ കളിക്കളത്തിലിറങ്ങിയത് 11 പേർ, പുറത്തു നിന്നത് 5 പേർ. ആ 5 പേരുടെ ലിസ്റ്റാണ് നിങ്ങൾ എടുക്കേണ്ടത്. പോലീസ് വഴി നിങ്ങൾക്ക് അന്വേഷണം നടത്താം, അല്ലെങ്കിൽ രഹസ്യമായിട്ടും നിങ്ങൾക്ക് അന്വേഷണം നടത്താം. മാത്യൂസ് പറഞ്ഞ ആ വ്യക്തിയിലും നിങ്ങൾക്കൊരു അന്വേഷണം ആവാം. അപ്പുമാഷ് മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസം ഒറ്റപ്പാലം റെയിൽവേ പരിസരത്ത് സംശയിക്കേണ്ട രീതിയിൽ ചിലവരെ കണ്ടവരുണ്ട്. ആ മക്കള് വന്നു. ആ. എണീക്ക്. മോളെ, ഇത് അച്ഛൻ്റെ ഒരു സുഹൃത്തും ഗുരുവും കൂടിയാണ്. മുഹമ്മദ് സാറ് നാട്ടിലുണ്ടായിരുന്നില്ലേ? ഇല്ല, റിട്ടയർഡായിപ്പോൾ 6 മാസം വിദേശത്ത് മകളുടെ കൂടെയായിരുന്നു. ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും സാർ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അറിഞ്ഞു. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാ ഞാനിപ്പോൾ വന്നത്. മോളെ, സുരേഷ് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. മാത്യൂസ് നിങ്ങളുടെ കൂടെ വരും. ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഒരു പേടിയും വേണ്ട. വേണ്ടി വന്നാൽ ഹൈദരാബാദ് വരെ ഞാൻ കൊണ്ടാക്കും. മോള് നന്നായി പഠിക്കണം കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് മോള് വിഷമിക്കണ്ട. എന്നാ മോള് പോയിട്ട് വാ കേട്ടോ. അച്ഛാ, ഞങ്ങൾ യാത്രയാക്കിയിട്ട് വരാം. ശരി ശരി.
എന്താ മാത്യൂസേ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് പിന്നെ സാർ ഇന്നലെ കുഞ്ചേശൻ്റെ വീട്ടിൽ വെച്ച് അപ്പൂന് ശത്രുക്കൾ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവിടെ വെച്ച് മുഴുവൻ പറയാതിരുന്നതേ എല്ലാ പ്രശ്നങ്ങളും കുഞ്ചേശനെയും കല്യാണിയമ്മയും അപ്പു അറിയിച്ചിട്ടില്ല. അവർക്കറിയാവുന്ന ഒരു സംഭവം മാത്രമേ അവരറിഞ്ഞിട്ടുള്ളൂ. അച്ഛനമ്മയ്ക്ക് അറിയാൻ പറ്റാത്ത ഏത് ശത്രുക്കളാ അപ്പൂനുണ്ടായിരുന്നത്? സാറേ, ഒരു തടിമില്ലുകാരൻ മോഹനൻ, ആലത്തൂരുകാരന്, പിന്നെ സാമുവലിൻ്റെ അനിയൻ സാജുമ്പോളും. ഈ സാജമ്പോളായിട്ട് ഒന്ന് കോർത്തതാ. ഒരു തവണ അപ്പൂനെ തല്ലുകയും മൂക്കിന് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അയാള് അപ്പുവുമായിട്ട് പ്രശ്നം ഉണ്ടാവാൻ മാത്രം എന്താ കാരണം? അർജുൻ്റെ ഫാദറിൻലോ ഭൂമി കച്ചവടം നടത്തി അട്ടപ്പാടിയിൽ. അതിൽ 1 കോടി രൂപയായിരുന്നു അഡ്വാൻസ് ആയിട്ട്. 50 ലക്ഷം രൂപ ക്യാഷായി കൊടുത്തു. ബാക്കി 50 ലക്ഷം രൂപ അർജുൻ്റെ പേരിലുള്ള ചെക്കാണ് കൊടുത്തത്. ചെക്കിട്ട് ക്യാഷാകാതെ വന്നപ്പോൾ അവർ ബൗൺസായതിന് കേസ് കൊടുത്തു. അയാൾ വെച്ചത് 2 ഡിമാൻഡാ. അതെന്താണ്? ഒന്ന്, സ്റ്റേറ്റ് ലെവൽ നാഷണൽ ഗെയിമിന് സാമുവലിൻ്റെ അനിയൻ സാജംപോളിൻ്റെ മോൾക്ക് കളിക്കാനൊരവസരം. രണ്ടാമത്, അപ്പുവിൻ്റെയും അനിയൻകുട്ടൻ്റെയും പേർക്കുള്ള 10 ഏക്കർ കശുവണ്ടിത്തോട്ടം മാന്യായ വിലയ്ക്ക് സാജംപോളിന് കൊടുക്കണം. എന്നിട്ട് ഈ 2 ഡിമാൻഡും അപ്പു സ്വീകരിക്കാൻ തയ്യാറായില്ല. കളികളത്തിൽ കരുത്തും കഴിവുള്ള കുട്ടികളെ കളത്തിലിറക്കി സ്റ്റേറ്റിൽ 1-ാം സ്ഥാനം നേടി. സമശ്രീ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലുള്ള സ്വീകരണത്തിന് ആ സ്വീകരണം മുടക്കാൻ ഗിരീഷും സാജമ്പോളും ഒരു കളി കളിച്ചു. ഇതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. പക്ഷേ അപ്പുമാഷ് മിസ്സായ ദിവസം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ കബീർ, പ്രശാന്ത്, കിരൺ എന്നീ 3 ഗുണ്ടകളെ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അൻവർ ഒന്ന് അന്വേഷിക്കണം. പിന്നെ അപ്പുവിന്റെ കശുവണ്ടി തോട്ടത്തിൽ അടിക്കടി വന്നതിനെ കുറിച്ച് ഞാൻ നാളെ പറയാം. ഭരണാധികാരികൾക്കിടയിൽ എനിക്ക് കുറച്ച് സ്വാധീനമുണ്ട്. ഞാനൊന്ന് തിരക്കട്ടെ. ചിലപ്പോൾ ആ ഭൂമിക്കുള്ളിൽ വല്ല ഗ്രാനൈറ്റോ മറ്റമൂല്യ വസ്തുക്കളോ ഉണ്ടോന്നറിയില്ലല്ലോ. അപ്പുമാഷ അനിയൻ അർജുന്റെ ഭാര്യയായിട്ടായിരുന്നു പ്രശ്നം. ഒരു 1 ഡേ ട്രിപ്പിന് പോയപ്പോണ്ടായ പ്രശ്നം. മുഹമ്മദ് സാറ് നേരത്തെ പറഞ്ഞ 3 ഗുണ്ടകളില്ലേ, അതിൽ പ്രശാന്ത് എന്ന് പറഞ്ഞ ഗുണ്ട അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം ഒരു കണക്ഷൻ ഉണ്ടോ എന്നൊരു തോന്നല്. അല്ല സാറേ, ചില നാട്ടിൻപുറത്തെ വിശ്വാസപ്രകാരം അപ്പുമാഷ്ട ആലുപം കത്തിച്ച ചിതാഭസ്മം കെടാവിളക്കിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതൊരു പുണ്യനദിയിൽ ഒഴുക്കണമെന്ന് അവർ പറയുന്നത്. നിങ്ങൾ കൃത്രിമ ആചാരപ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന ആൾ രൂപം, അതിൻ്റെ ചിതാഭസ്മം, അത് അതിൻ്റെ രീതിയിൽ തന്നെ സംസ്കരിച്ചോളൂ. അത് ഇതുമായി ബന്ധപ്പെടുത്തണ്ട. അർജുനാണല്ലോ കോളെടുത്ത്. അർജുൻ പറയൂ. എന്തായി മാത്യു ചേട്ടാ, മീറ്റിംഗ് കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ അത്യാവശ്യമായി ഇവിടെ വരണം. അർജുൻ വിളിച്ചത് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത്. എന്നാ ചെല്ലേ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ അറിയാലോ. അറിയാം സാർ. എന്താ അർജുൻ പറഞ്ഞേ? എന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞു. അപ്പം മുഹമ്മദ് സാറേ, പോയിട്ട് വിളിക്കാം. ഓക്കെ, ശരി എന്നാ. അത് ചേട്ടാ പോവാ. അജേട്ടാ, എന്താ അർജുനെ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞേ? അപ്പോട്ടനെ ചതിച്ച ആ പെണ്ണിന്റെ യഥാർത്ഥ രൂപം വന്നിട്ടുണ്ട്. അവൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ നാട്ടിലോ വീട്ടിലോ പോകാൻ പറ്റില്ലെന്നാണ് പറയണത്. ഇത് അവളും അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെന്ന അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും വിശ്വസിച്ചിരിക്കുന്നത്. ഇവിടെ ആര് വന്നാലും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല.
വിശ്വസിച്ചവരൊക്കെ ചതിയെ പറ്റിയിട്ടുള്ളൂ. ഈ വന്നത് ഒറിജിനാണെന്ന് എന്താ ഉറപ്പ്? അജയന് ഉറപ്പുണ്ടാവും. അങ്ങനെ ചോദിച്ചാ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കാണുമ്പോ അവള് പാവാടിയും ബ്ലൗസും ഇട്ട കുട്ടിയാണ്. ഇപ്പൊ അവളുടെ ജീൻസും വെസ്റ്റേൺ ടോപ്പൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞാ എനിക്ക് ഉറപ്പായിട്ടില്ല. പിന്നെ എന്റെ ഭാര്യ അയച്ചെന്ന ഫോട്ടോല്ലേ, അത് വെച്ച് നോക്കുമ്പോഴേ അവള് തന്നെ. ഒരു ഉറപ്പില്ലാത്ത കാര്യത്തിന് എന്ത് ഭാവിച്ചാണ് ഒരു പെണ്ണിനെ വീട്ടിൽ കയറി താമസിപ്പിക്കുന്നത്? ഒരു പെണ്ണ് വന്ന് കൊഞ്ചി കുഴഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് കാണിച്ചപ്പോ സഹതാപം കാണിച്ചിട്ടാ ഇന്ന് ഈ വീട് ഈ കുളത്തിൽ വന്നേ. മേത്തിച്ചേട്ടൻ പറഞ്ഞത് സത്യം തന്നെയാ. പക്ഷെ ഒരു പെണ്ണും വന്ന് കൊഞ്ചിക്കൊഴിഞ്ഞതുകൊണ്ട് അഭയം കൊടുത്തതല്ല. അത്രമാത്രം തെളിവോടുകൂടി അവള് സംസാരിച്ചത്. അന്ന് വന്നൊരു ലക്ഷ്യം അതാണെങ്കിൽ ഇന്ന് വന്നൊരു ലക്ഷ്യം വേറൊന്നാണെങ്കിലോ? നമ്മൾ പല കേസുകളും കണ്ടിട്ടില്ലേ? ഇല്ലാത്ത തെളിവുകളുണ്ടാക്കി കുറ്റം ചെയ്തവരാ മോചിതരായിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലെങ്കിൽ ഞാൻ അവളെ ഇപ്പം തന്നെ ഇറക്കി വിടാം. അർജുനെ, പുളിഞ്ചേരി തറവാട്ടില് ഇത്രയും ഉറക്കം സംസാരിച്ചതിന് ക്ഷമിക്കുക. നമുക്കൊരു പേരുണ്ട്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കൂട്ടിക്കെട്ടുന്നു. ഇന്ന് അപ്പുമാഷില്ല. ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന ആവലാതിയിലാണ്. ഇനി അറിഞ്ഞുകൊണ്ടൊരു പ്രശ്നത്തിൽ പെട്ടുപോകരുത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നുള്ളൂ. അത് കുഴപ്പമില്ല മാത്തിച്ചേട്ടാ, നിങ്ങൾ പറഞ്ഞ് കറക്റ്റ് തന്നെ. വിശന്ന് വരുന്നവന് ഭക്ഷണം വാരിക്കൊടുത്ത് അഭയം ചോദിച്ചു വരുന്നവന് ആശ്രയം കൊടുക്കുന്ന രീതി ഇനി പരിശോധിച്ചിട്ട് മതി. ഇനി ഇതിൽ നിന്നൊന്നും കൊഴിയാൻ അവസരം കൊടുക്കരുത്. വാ, നമുക്ക് പോവാം. അമ്മു, എന്താ നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം? നീ എന്റെ ഭാര്യയുടെ കുഞ്ഞമ്മയുടെ മോള് തന്നെയാ. ആയിക്കോട്ടെ, ഇപ്പൊ ഈ ബാഗ് എടുത്തു വന്നതിൽ വേറെ വല്ല ദുരുദ്ദേശം ഉണ്ടോ? കാരണം ഞങ്ങളെല്ലാവരും മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം. ഇനി നീയായിട്ട് പുതിയ വല്ല പ്രശ്നം കൊണ്ടുവന്നതാണോ? ഇനി എന്താ നിന്റെ ഉദ്ദേശം? എന്തേലും നെഗറ്റീവ് ചിന്തയിലല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ഓഫർ ആദ്യം വന്നത് എനിക്കാ. അത് അപ്പേട്ടനെ മാത്രം ചതിക്കാനല്ല. അന്നത്തെ അവരുടെ ഡിമാൻഡിൽ ഈ അർജുനേട്ടനെ ചതിക്കാനുള്ള പ്ലാനും ഉണ്ടായിരുന്നു. ഞാൻ രണ്ടുപേരെയും സ്നേഹിക്കണം, മയക്കണം. എൻ്റെ പേരിൽ ചേട്ടനും അനിയനും തല്ലിപ്പിരിയണം എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. അധികം പ്രായമായിട്ടില്ലെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയും ഈ തറവാട്ടിലുള്ളവരെ കുറിച്ച് പറഞ്ഞത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്, നല്ലവരാണെന്ന്. അപ്പൂട്ടൻ സോനടുത്തിയെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ നിന്ന് കുഞ്ചിച്ചാച്ചൻ അവരെ ഇറക്കി വിടുന്നത് വരെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളെ ചതിക്കാനും പറ്റിക്കാനും ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെയൊക്കെ ശത്രു എൻ്റെയും കൂടെ ശത്രുവാണ്. നാളെ എന്നെ വല്ല റോഡരികിലോ റെയിൽവേ ട്രാക്കിലോ മരണപ്പെട്ടതായി കണ്ടാൽ മനസ്സിലൊരു കുറ്റബോധം തോന്നണ്ട. ചെയ്തത് തെറ്റായെന്ന് തോന്നിയാ ഞാൻ പൊക്കോളാം. എന്താ എന്താ ലക്ഷ്മി ചാച്ചാ? ഞാൻ നിന്നെ കാണാൻ വന്നതാ. നിന്നെ കാണാൻ എന്ത് ചന്ത. എന്താ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്റെ സോനെ, എന്താ എന്താ ഇയാളെ ഇയാളെ എണ്ണക്കര പിടിച്ചു. എന്താ എന്താ എന്ത് പറ്റി? അച്ഛാ, എന്ത് പറ്റി? എന്തിനാ കരയുന്നേ?
ഇവളെന്നെ ചവിട്ടി. ചവിട്ടുകയോ? എന്തിന്? ഇവള് പേര് കള്ളിയാ മോളെ. ഇവളെന്നെ കയറി പിടിച്ചു. ഞാൻ കൊതറിയപ്പോ എന്നെ കയറി ചവിട്ടി. എന്ത് പറയണോ? ഞാൻ തന്നെ കയറി പിടിച്ചെന്നോ? സത്യം പറയടോ, എന്താ ഇവിടെ സംഭവിച്ചേ? എന്താ സോനെ? എന്താ ഒരു സോനെ? നിലവിളി ശബ്ദം എന്താ കേട്ടത്? എന്താ മോളെ? അമ്മേ, ഇവക്ക് കാമപ്രാന്ത. ഇവളെ എന്റെ അച്ഛനെ കയറി പിടിച്ചു. ചെറിയമ്മ, കാര്യം അറിയാതൊന്നും പറയരുത് കേട്ടോ. സത്യത്തിലൂടെ എന്താ സംഭവിച്ചതെന്ന് ചെറിയമ്മയ്ക്ക് അറിയോ? അത് ശരി, അമ്മയും മകളും കണക്കാണല്ലേ? ലക്ഷ്മിയുടെ അച്ഛനെ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളാ. ഈ വക കാര്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് കിട്ടില്ല. മോളെ സോനെ, എന്തൊക്കെ ഈ കേൾക്കുന്നത്? അച്ഛാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇയാളാ ഞാനിവിടെ മുടി ചെയ്യിക്കൊണ്ടിരുന്നപ്പോ എന്നെ കയറി പിടിച്ചു. ഓ, അതെന്തോ ആവട്ടെ, നീ അകത്തേക്ക് പോവാൻ നോക്ക്. പൊയ്ക്കോ. വല്ലാതെ വേദനിക്കുന്നുണ്ടോ? മൂത്രം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആശുപത്രി പോണോ? എനിക്ക് നല്ല വേദനയുണ്ട്, ഡോക്ടറെ കാണണം. അച്ഛാ, ആശുപത്രി പോവാം. നടക്ക്. വേദനയുണ്ടോ? നല്ല വേദനയുണ്ടോ? പതുക്കെ. കല്യാണി, ഇത് നമ്മൾ ചെയ്യേണ്ടിയിരുന്നതാണ്. അയാൾക്കത് അത്യാവശ്യമാണ്. വേണ്ട വേണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോ തലേ കയറി നിരങ്ങ. ഞാനൊരു ഉമ്മ തരാം. എന്താ? താമര ചുണ്ടുകാരനെ ഒന്ന് കാണാൻ നിന്നതാ. എന്താണ്? ചുമ്മാ ഒരു ഉമ്മ തരാനാ. ഇവിടെ ഞാൻ എന്റെ മകളുടെ വീട്ടിലേക്ക് വന്നതാ. പുളിഞ്ചേരി കുഞ്ചെഴുത്തച്ഛന്റെ മൂന്നാമത്തെ മകൻ എന്റെ മരുമകനാ. അത് ഞങ്ങൾക്കറിയാം. പയ്യപ്പാട്ട് ഉണ്ണിയെഴുത്തച്ഛന്ന് പറഞ്ഞാൽ ആർക്കാ അറിയാത്തത്? നിങ്ങൾക്ക് എന്നെ മനസ്സിലായി, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലോ. അല്ല, നിങ്ങളൊക്കെ ആരാ? പോലീസാണ് മാഷേ. താടി മുടി വളർത്തിയ പോലീസോ? അതെന്ത് പോലീസാടോ മാഷ്? പോലീസ് എന്ന് പറഞ്ഞാലേ ചെറ്റത്തനം ചെയ്യുന്നവന്റെ കൂമ്പിടിച്ച് കലക്കുന്ന പോലീസാരാ. യൂണിഫോമും തൊപ്പിയൊന്നും ഉണ്ടാവില്ല. അതെ, സ്വന്തം മകളുടെ പ്രായമുള്ള സോനയെ താൻ കയറി പിടിച്ചു. അതിനൊരു സമ്മാനം തരാനാ തന്നെ ഞങ്ങൾ ഇവിടെ കാത്തു നിന്നത്. ശ്രീജുവേ, ഇയാൾക്ക് രണ്ട് ഉമ്മേരെ കുറവുണ്ട്. ഇയാളുടെ കരണക്കുറ്റി നോക്കിയിട്ട് ആ ഉമ്മ എങ്ങ് കൊടുത്തേക്ക്. ഇത് ഇന്ന് സൂര്യാസ്തമത്തിന് മുന്നേ മകളെ കെട്ടിച്ചാച്ച വീട്ടിൽ നിന്ന് സ്ഥലം കാലിയാക്കിക്കോണം. അതെ, നാളത്തെ സൂര്യോദയത്തിനെ തന്നെ അവിടെ കണ്ട എടുക്കാനുണ്ടല്ലോ, തന്നെ ഈ സുനാമണി ഉണ്ടാവില്ല കേട്ടോ. അത് മാത്രല്ല, മകളെ പ്രായമുള്ള സോനയോട് മാപ്പ് പറയണം. അല്ലെങ്കിലേ ഞങ്ങൾ മാപ്പ് പറയിപ്പിക്കും. ഞാൻ ഇന്ന് തന്നെ പൊക്കോളാം. അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലത്. പോടാ. ഓടോ. എന്താ കുഞ്ഞേശ കാണുന്നു പറഞ്ഞത്? താനിരിക്കേ, എനിക്ക് തന്റെ ഒരു സഹായം വേണം. എന്റെ സഹായോ?
ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടിയുള്ള ആധാരം പണയം വെച്ച് 15 ലക്ഷം രൂപ വേണം. അധികം വൈകാതെ. അല്ല, ഇത്രയും വലിയൊരു തുക, അതും പെട്ടെന്ന്? എന്താ അത്ര വലിയ അത്യാവശ്യം? ചോദിച്ചിട്ട് കൊടുക്കുമ്പോ നമുക്ക് മനസ്സിനൊരു മടുപ്പാ. ചോദിക്കാതെ കൊടുക്കുമ്പോ മനസ്സിന് ഒരുപാട് സന്തോഷമാ. ഇതുവരെ ഞങ്ങളോടൊന്നും ആവശ്യപ്പെടാത്ത ഒരു വലിയ സഹായം ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം. നിങ്ങളെ പറമ്പിൻ്റെ ആധാരമൊന്നും വേണ്ട. എന്താവശ്യത്തിന് വേണ്ടി എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അപ്പൂന്റെ മകളുടെ പഠിത്തത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാ. എന്റെ കുഞ്ചേശ, നിങ്ങൾ പറഞ്ഞില്ലേ ചോദിക്കാതെ കൊടുക്കുന്നത് മനസ്സിന് സന്തോഷാണെന്ന്? അതെ. അപ്പുവിന്റെ മകള് നീതുവിന്റെ പഠിത്തത്തിനുള്ള പണം ഞാനും ഇബ്രാഹിമും അൻവറും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. തോൽപ്പിച്ചു കളഞ്ഞല്ലോ നിങ്ങള്. ഇത്രയും പണത്തിന് വേണ്ടി ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഇത്ര പെട്ടെന്ന് നിങ്ങൾ പണം സംഘടിപ്പിച്ചത് ഞങ്ങളുടെ മകൻ അപ്പുവുമായുള്ള നിങ്ങളുടെ സൗഹൃദമാണ്. അപാരം തന്നെ. ഒരു ഗർഭപാത്രത്തിൽ ജനിച്ചില്ലെങ്കിലും ഒരു പാത്രത്തിൽ നിന്ന് വാരി തിന്നവരാണ് ഞങ്ങൾ. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ഒരു വാഗപ്രതിവാദവും ഇല്ലാത്ത ചങ്ങാതിമാരായിരുന്നു ഞങ്ങൾ. ഈ പണത്തിനു വേണ്ടി എന്തെല്ലാം കോലാഹലങ്ങളാ ഉണ്ടായേ. സോനയെ ആ ദുഷ്ടം കയറി പിടിക്കുവരെ ചെയ്തു. അങ്ങനെയാണ് ഈ പണത്തിന്റെ കാര്യം ഞങ്ങൾ അറിഞ്ഞത്. ഇവിടുന്ന് കാണണമെന്ന് വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് വേറൊരു കാര്യമാണ്. അതെന്താ? ലക്ഷ്മിയുടെ അച്ഛൻ പയ്യപ്പാട്ടുകാരനെ ഞങ്ങൾ രണ്ട് പൊട്ടിച്ചു. അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്.